വൈശാഖ് നിങ്ങളുടെ കൂടെ ഇന്ന് രാവിലെ ഞാൻ ഇതേ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു ടൈമിലും നിങ്ങളുടെ കാതുകളിലേക്ക് വരാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടെ ഇപ്പൊ 3 പേര് ജോയിൻ ചെയ്യുന്ന വലിയ കുറച്ച് പേരെ കൂടി ഞാൻ എക്സ്പെക്ട് ചെയ്യാണ്. ബിക്കോസ് റീസെന്റ് ടൈംസിൽ നമ്മൾ ഏറ്റവും അധികം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയുടെ പിന്നിലുള്ള എല്ലാവരും ഉണ്ട്. വി ഹാവ് ജിസ് ജോയ്, ആസിഫ് അലി ആൻഡ് പ്രൊഡ്യൂസർ അരുൺ നാരായണൻ. വെൽക്കം ടു ഗോൾഡൻ സ്റ്റുഡിയോസ്. ആദ്യം തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു വലിയ സോറി, നിങ്ങൾ ഈ ഫ്ലൈറ്റ് എല്ലാം ഡിലേ ആയി, നിങ്ങൾ ആകെ ടയർഡ് ആണെന്നുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളത് സംസാരിച്ചാലേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ എല്ലാവരും അത്രയും ഇഷ്ടത്തോടു കൂടി തന്നെയാണ് തലവൻ പോയി കണ്ടത്. ഗംഭീര സിനിമ. ഇവിടെ ഉള്ള എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെ കയ്യിൽ ക്യാമറ ഉണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കാൻ പോകുന്നില്ല. സച്ച് എ വണ്ടർഫുൾ മൂവി. അത് വെറുതെ പറയുന്നതല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ജിസ്ജോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. താങ്കളെ കുറിച്ച് എപ്പോഴും നമ്മൾ സംസാരിക്കുന്നത്, ഇത് ഒത്തിരി സംസാരിച്ചിട്ടുള്ള കാര്യം അറിയാം, നന്മയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൽ നിന്നൊരു ട്രാക്ക് മാറ്റം. ഓക്കെ, ഇന്നലെ വരെ എന്നുള്ളൊരു സിനിമ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെന്റ് ഒരു ജോണറിൽ വരുന്ന ഒരു പടമാണ്. അങ്ങനെ ഒരു ട്രാക്ക് ചേഞ്ച്, ആ ഒരു തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജോണറാണ് ത്രില്ലേഴ്സ്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ എന്താ പറയാ, ബൈസിക്കൽ തീവ്സ് എ കൈൻഡ് ഓഫ് ത്രില്ലർ എന്ന് പറയാം. ആദ്യത്തെ പടമാണ്. പക്ഷെ അതിലും കുറെ ഫീൽ ഗുഡ് എലമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അങ്ങനെ ഒരു പ്രത്യേക ഫോർമുലയൊന്നും പിടിക്കാതെ എന്റെ ഇതുവരെ ചെയ്തു വന്നിരിക്കുന്ന ഒരു രസക്കൂട്ടും ആ ക്യാരി ചെയ്യാതെ പുതിയതായിട്ട് വരണം ചെയ്യണം, പുതിയതായിട്ട് പരിപാടി ചെയ്യണം. അതിൽ ആൾക്കാർ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് സിനിമയിൽ ഇരിക്കണം. ഈ മൊബൈൽ ഫോണിലൊന്നും നോക്കാതെ അടുത്തതെന്ത് അങ്ങനെ തന്നെ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്. അപ്പോ അത് മൈ ഫേവറേറ്റ് ജോണറാണ് ത്രില്ലർ. ആസിഫിനെ സംബന്ധിച്ച് ആസിഫ് ഈ ഒരു കൈൻഡ് ഓഫ് ജോണറിലുള്ള പടങ്ങളൊക്കെ ചെയ്തിരുന്നു വേണമെങ്കിൽ പറയാൻ പറ്റും. ആസിഫിന് ഈ പടം കണ്ട് പുറത്തിറങ്ങിയപ്പം കരയുന്ന ഒരു ആസിഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈവൻ ഫാമിലി ഒക്കെ ഫസ്റ്റ് ടൈം ഒരുമിച്ച് ഫസ്റ്റ് ഷോ കാണുന്ന ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായി എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. എങ്ങനെയുണ്ടായിരുന്നു കാർത്തിക്കായി വന്ന സമയത്ത് ആസിഫിന്റെ ഒരു എക്സ്പീരിയൻസ്? ആൻഡ് ജിസിന്റെ കൂടെ ഒരുപാട് പടങ്ങൾ, ഇത് എല്ലാ പടത്തിലും ഉണ്ട്. ഈവൻ മോഹൻകുമാർ ഒരു ക്യാമിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായിരുന്നു താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് ജിസിന്റെ കൂടെ സിനിമകൾ ചെയ്യുമ്പോ എനിക്ക് ഒരു 50% റിലാക്സ്ഡ് ആണ്. കാര്യം ഞാൻ എടുക്കേണ്ട കുറെ പണിയും കൂടെ ജിസ് എടുത്തോളൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടാവാറുണ്ട് സത്യമായിട്ട്. പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് റീഡിങ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് മീറ്റിംഗ് മുതൽ ഇതിന്റെ നറേഷനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഇത്തരത്തിലുള്ള ഇപ്പൊ ജിസ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഈ ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അത് കാണാൻ നമ്മൾ ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് തരുന്ന സിനിമകൾ തിയേറ്ററിൽ ഇങ്ങനെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. അപ്പൊ ജിസ് എന്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയാനുണ്ടെന്ന് പറയുമ്പോഴും ഞാൻ ആദ്യം പ്രതീക്ഷിക്കുന്നത് ഒരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണ്. പക്ഷെ ഇത് ജിസ് ഈ നമ്മൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത പോലെ ഇതിന്റെ സ്ക്രിപ്റ്റ് നറേഷൻ തുടങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഒരു ബ്രേക്ക് പോലും എടുക്കാതിരുന്നാണ് ഫുൾ കേട്ടത്. എങ്കിൽ പോലും ആ പറഞ്ഞ വേർഷൻ ഓഫ് സ്ക്രിപ്റ്റിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് ഇതിന്റെ ഫൈനൽ നമ്മുടെ ഒരു എഡിറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ കണ്ട വേർഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്തൊരു കുറെ അധികം മാറിയിട്ടുണ്ട്. അപ്പൊ ജസിന്റെ കൂടെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആലോചിക്കേണ്ട പല കാര്യങ്ങളും ജസ് ആലോചിക്കുകയും അത്തരത്തിലുള്ള ഒരു മാറ്റം സിനിമ ജസ് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഈ ഫാമിലി ആയിട്ട് വന്നത് അത് ഒത്തു വന്നതാണ്. സാധാരണ എന്റെ പാപ്പയും ഉമ്മയും തൊടുപുഴയിലാണ് താമസിക്കുന്നത്, ഞാൻ എറണാകുളം സെറ്റിലാണ്. അപ്പൊ അധികവും അവര് തൊടുപുഴയിൽ തന്നെയാണ് സിനിമ കാണുന്നത്. ഫസ്റ്റ് ഷോ എന്നുള്ള എക്സ്പീരിയൻസ് അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അത് അവര് കുട്ടികൾക്ക് വെക്കേഷൻ ആയിരുന്നതുകൊണ്ട് വീട്ടിലുണ്ടായിരുന്നു. അപ്പം റിലീസിന്റെ ടൈം എനിക്ക് ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവും ചില സമയങ്ങളിൽ. അപ്പൊ ഞാൻ ഈ റിലീസിന്റെ എല്ലാം ഇരിക്കുമ്പോ പെട്ടെന്ന് സമയം എന്റെ വൈഫാണ് ഒരു പ്ലാൻ ഇട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. അപ്പൊ അങ്ങനെ ഞാൻ വരുന്നത്. അപ്പൊ ജിസുമായിട്ട് നമ്മള് ക്ലോസ് ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പൊ ജിസിന്റെ ഫാമിലി ഉണ്ട്, എന്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും ഉണ്ട്. ഒരു വലിയൊരു ഏരിയ തിയേറ്ററിൽ ഞങ്ങൾ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാരും വന്നു. ഈ കണ്ടിറങ്ങിയപ്പോ എന്റെ ഫ്രണ്ട്സും ഫാമിലിയും അവർക്ക് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വളരെ ജെന്യുവനായിട്ട് അഭിപ്രായം പറയുന്ന ആൾക്കാരാണ്. പല സിനിമകൾ ഇറങ്ങുമ്പോഴും എന്തിനാണ് ഇങ്ങനത്തെ സിനിമ ചെയ്യുന്നത് എന്ന് എന്റെ മുഖത്ത് നോക്കി ചോദിക്കാറുള്ള ആൾക്കാർ. അപ്പൊ അവര് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും ഒരുമിച്ച് ഒരേ സ്വരത്തോടെ കൈയടിക്കുന്നു, അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പുറത്തുണ്ടായിരുന്ന മീഡിയ സുഹൃത്തുക്കൾ എല്ലാവരും വളരെ ഇത് ഓക്കെ എടുക്കണം എന്നുള്ള രീതിയിൽ എന്നോട് പറയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടപ്പോ പെട്ടെന്ന് ഞാനൊരു ഒരു മൊമെന്റ് കിട്ടുമല്ലോ, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിക്കുന്നു എന്ന് തോന്നിയപ്പോ അപ്പൊ അത് കണ്ടു നിറഞ്ഞു പോയതാണ്. അരുൺ, ഇപ്പൊ ഈ ഒരു ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഗോൾഡൻ ഇയർ ഒക്കെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴല്ല സ്പെഷ്യലായി വന്നതെന്ന് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും
അരുൺ എത്രമാത്രം ഒരു ചലഞ്ചിങ് ആയിരുന്നു? ഇത്രയും വലിയൊരു കാസ്റ്റിനെയാണ് താങ്കൾ നയിച്ചുകൊണ്ട് പോകുന്നത്. ആസ് എ പ്രൊഡ്യൂസർ എങ്ങനെയായിരുന്നു ഈ ഒരു ഫിലിം താങ്കളെ സംബന്ധിച്ച് നോക്കുന്നത്? ഇത് വന്ന സമയത്തെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് ഇത് ഇറങ്ങിക്കഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു റിയാക്ഷൻ ഒക്കെ എങ്ങനെയാണ് അരുൺ കാണുന്നത്? അല്ല, തീർച്ചയായും ഞങ്ങൾ അത് പറഞ്ഞത് നമ്മുടെ സുഹൃത്തുക്കളാണെന്ന് പറയുന്നത് വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മൾ ജിസിന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ആസിയുമായിട്ട് ഒരുപാട് കാലത്തെ സഹോദരമുണ്ട്. പിന്നെ ഈ പറഞ്ഞ അതുകൊണ്ട് തന്നെ ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. നമുക്ക് അങ്ങനെ ഭയങ്കര ടെൻഷൻ എടുക്കേണ്ട അവസ്ഥകളോ പ്രഷർ എടുക്കേണ്ട അവസ്ഥകളില്ല. ജിസ് അങ്ങനെ ഒരിക്കലും തരാത്തൊരു ഡയറക്ടറാണ്. ഭയങ്കര പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, അപ്പാർട്ട് ഫ്രം ഫ്രണ്ട്. അപ്പം നമ്മൾ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കറക്റ്റ് കോൾ കറക്റ്റ് സമയത്ത് എടുക്കും എന്നുള്ളതിൽ നമുക്ക് അതിൽ കൺഫ്യൂഷൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ജിസ് ആസി എവിടെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് 50% ജിസിനെ വിശ്വസിക്കും, 50% പേപ്പറിലുള്ളതിനെയും. അതുപോലെ തന്നെയാണ് ഞാൻ 100% ജിസിന് വിട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞ രീതിയിൽ തന്നെയാണ് സമീപിച്ചത്. കാരണം അത്തരത്തിൽ അങ്ങനത്തെ റൈറ്റ് കോൾസ് ആണ് ജിസിന്റെ ഭാഗത്ത് എപ്പോഴും ഉണ്ടാവാറുള്ളത് എന്ന് ആസ് എ ഫ്രണ്ട് എനിക്കറിയാം. ഉറപ്പായിട്ടും സിനിമയിൽ വരുമ്പോൾ അതിനേക്കാൾ ഒരു എക്സ്ട്രാ എഡ്ജ് കൂടെ ഉണ്ടാവും, അതിനൊരു എക്സ്ട്രാ കെയറും കൂടെ അതിലുണ്ടാവും. ഈ റിസൾട്ട് ഇപ്പം നന്നായിട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് താങ്കളുടെ ഒരു ഫീൽ? സിനിമ ഓടുന്നു അല്ലെങ്കിൽ സിനിമ പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ കയറി വരുമ്പോ ദശകം ചോദിച്ചില്ലേ ഞങ്ങളുടെ ഭയങ്കര ടയർഡാണോ ചോദിച്ചത്. ആ ക്ഷീണമൊന്നും ഞങ്ങൾ കഴിഞ്ഞ അതായത് ഈ സിനിമ റിലീസായി ഇതിന്റെ ഒരു പോസിറ്റീവായ അഭിപ്രായം വരുന്നത് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ലെവലിലേക്ക് മാറുന്നു. കേരളത്തിലെ എല്ലാ ഷോസും ഇത്രയും മഴകളും പ്രശ്നങ്ങളും കാലാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഷോസ് ഫുള്ളായി പോകുന്നു. അതിനേക്കാളൊക്കെ ഉപരി ഇപ്പൊ ചെന്നൈ, ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ അത് തമിഴ്നാട്ടിൽ എടുത്തു പറയണം, എല്ലാ ഷോസും ഫുള്ളായിട്ട് പോകുന്നു. നമ്മളിപ്പോ ഈ ഒരു ട്രെൻഡ് മഞ്ഞുമൽ ബോയ്സ് ഒക്കെ അവിടെ ഹിറ്റ് ആയതിനു ശേഷം അവിടെ റിലീസ് ആവുന്ന ഒരു മലയാള സിനിമ വീണ്ടും ആ ട്രെൻഡ് ക്യാരി ചെയ്യുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു അഭിമാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. അപ്പൊ പറ്റുന്ന അത്രയും ആളുകളെ നേരിട്ട് കണ്ട് ഈ സിനിമ അവരിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ അവർ കണ്ട എക്സ്പീരിയൻസ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഈ ക്ഷീണമൊന്നും ഞങ്ങൾക്ക് ഒരു നിങ്ങൾ തമ്മിലുള്ള കോംബോ, ബിജു മേനോൻ ആസിഫ് അലി കോംബോ ഒരുപാട് സിനിമകൾ ഈവൻ അച്ഛനായിട്ട് വന്നിട്ടുണ്ട്, ഞങ്ങൾ ബിഗ് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സിനിമയിലാണെങ്കിലും തുടക്കത്തിലൊക്കെ കുറച്ചൊരു ഗ്രഡ്ജൊക്കെ ആയിട്ടാണ് ഈ ഒരു ക്യാരക്ടർ രണ്ടുപേരും മുമ്പോട്ട് പോകുന്നത്. ആ ഒരു കെമിസ്ട്രി എത്രമാത്രം നിങ്ങളെ രണ്ടുപേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ബിഷന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് ഓർഡിനറിയിലാണ്. അപ്പൊ ആ സമയം ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ ബിഷന് ഒരു ജൂനിയർ എന്നുള്ള രീതിയിൽ എന്നെ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരു സുഹൃത്ത് എന്നുള്ള സ്പേസ് എനിക്ക് എപ്പോഴും തന്നിട്ടുണ്ട്. പിന്നെ നമ്മള് പറയില്ലേ ഈ ഒരു വേവ് ലെങ്ത് മാച്ച് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു വൈബ് മാച്ച് ആയിട്ടുണ്ട് ബിഷനായിട്ട്. അപ്പൊ നമ്മള് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനേക്കാൾ ആ സിനിമയിലുള്ള ഒരു കെമിസ്ട്രി പല സമയത്തും ഇപ്പം എനിക്കത് ഏറ്റവും കൂടുതൽ പേഴ്സണലി ഫീൽ ചെയ്തത് അനുരാഗ് കരിക്കൻ. ഇപ്പോഴും ആൾക്കാർ പല ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ തന്നിട്ട് പോകുന്ന ഒരു സീനൊക്കെ ഞാനിപ്പം വന്നോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ട്രോള് കണ്ടു. ഈ തലവൻ ബ്ലോക്ക് ബസ്റ്റർ ആണ്, ആളുകൾ എന്നെ അഭിനന്ദിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഈ നാട്ടുകാർ കരിക്കുമ്പള്ളത്തിന്റെ ഒരു ടൈലൻ ഷോട്ട് ഉണ്ടല്ലോ, തോളത്ത് തട്ടിയിട്ട് അതിന്റെ താഴെ ഇപ്പൊ മനസ്സിലല്ലടാ നല്ല സിനിമകളിൽ ഇതൊരു ആൾക്കാരെ എന്ന് പറഞ്ഞ് അത് ബീച്ചറിന്റെ മോഡുലേഷനിൽ എനിക്ക് കേൾക്കാം. അത്രയും ബീച്ചറിനെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാറുള്ള ഒരാളാണ്. എപ്പോഴും ഒരു സുഹൃത്താണ് അദ്ദേഹം. എനിക്ക് ഒരിക്കലും ഒരു സീനിയർ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ബീച്ചറിന്റെ സിനിമയോടുള്ള അപ്രോച്ച് എല്ലാം ഭയങ്കര ഫാസിനേറ്റിംഗ് ആണ്. എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമയെ സംബന്ധിച്ച് നോക്കിയാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഒരു ജോണറിലുള്ള ഒരു പടം ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് പ്രത്യേകിച്ചും വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. ദീപക് ദേവ് എന്നുള്ള ഒരു ലെജൻഡിനോട് താങ്കൾ ഇതിന് മുൻപും വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു സിനിമയിൽ എത്തുമ്പോൾ നല്ല മൊമെന്റ്സിലൊക്കെ നമുക്കും ആ ഒരു ത്രില്ലടിച്ചു പോകുന്ന തരത്തിലുള്ള BGM-ആണ്. എന്തായിരുന്നു താങ്കൾക്ക് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു ഇൻപുട്ട് എന്തൊക്കെയായിരുന്നു? ദീപകിനെ നമുക്ക് ഒരുപാട് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദീപക് ഞാൻ പരിചയപ്പെട്ടിരിക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിൽ പാട്ടുണ്ടാക്കുന്ന കാര്യത്തിലായാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ കാര്യം ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിലായാലും ഒരു സിനിമയ്ക്ക് ഏറ്റവും മാച്ച് ചെയ്യുന്ന പാട്ടുകൾ ഉണ്ടാക്കുന്ന ആളാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ മൊഴിയിലേക്ക് ഞങ്ങൾ കയറി വന്നപ്പോൾ ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന പാട്ട് സോന സോന നീ ഒന്നാം നമ്പർ എന്നുള്ള പാട്ടാണ്. ആ പാട്ട് ചെയ്ത ആളാണ് സ്വയംവര ചന്ദ്രിക. അത്രയും വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു രീതിയിൽ പിടിതരാത്ത മ്യൂസിക് ഡയറക്ടറാണ്. ഇപ്പൊ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ അതിമനോഹരമായിട്ട് തന്നെ ഇപ്പൊ എംപൂരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സെലക്റ്റീവ് ആണ്. സോ ഞങ്ങള് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള സുഹൃത്തുക്കളാണ്. എന്റെ വീടിന്റെ അടുത്താണ് ദീപക്. അവിടെ ദുബായിലുണ്ടായിരുന്നു, കൊച്ചിയുള്ളപ്പോ എന്റെ വീടിന്റെ അടുത്താണ് താമസിച്ചിരുന്നത്. അപ്പൊ ഈ സിനിമ കണ്ടപ്പോ ദീപകിന്റെ സജഷൻസും ദീപകിന്റെ അത്രയും ഷ്രൂഡാണ്. എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ആളല്ല, പക്ഷെ
ഭയങ്കരമായ സ്ക്രിപ്റ്റിംഗ് സെൻസും ഭയങ്കരമായ എഡിറ്റിംഗ് സെൻസും ഉള്ള ആളാണ്. Okay, okay. അപ്പൊ ഇന്നത് വേണ്ട ജിസേ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് മുഖവലിക്ക് എടുക്കാറുണ്ട്. അപ്പൊ ഇതില് ഒത്തിരി സമയമെടുത്തു ദീപക് ചെയ്യാനായിട്ട്. കാരണം ദീപകിന്റെ ഒരു പേഴ്സണൽ എനിക്ക് വേണ്ടി ചെയ്യുമ്പോൾ നന്നാവണം എന്നുള്ളൊരു സെൽഫ് ആവശ്യം കൂടെയുണ്ട്. അതുകൊണ്ട് സമയം കൂടുതലെടുത്തെങ്കിലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. കാരണം എല്ലാ വശത്തുനിന്നും ആളുകൾ പറയുന്ന എടുത്തു പറയുന്ന അപ്പാർട്ട് ഫ്രോം സ്ക്രിപ്റ്റ്, ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എല്ലാവരും അത് എടുത്തു പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തില് നമുക്ക് സിനിമ കാണാൻ വരുന്ന എല്ലാ ആൾക്കാർക്കും കണ്ടു കഴിയുമ്പോൾ നല്ല രീതിയിൽ അഭിപ്രായം പറയുന്ന ആൾക്കാരാണ്. എല്ലാവരും ഒരു റിവ്യൂ അവരുടെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ തന്നെ എഴുതുന്ന നമ്മൾ കാണാം. അല്ലെങ്കിൽ സ്വന്തമായ ഒരു പോഡ്കാസ്റ്റോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലോ ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീമിലൊരു പടം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് ആൾക്കാരെ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്? ബിക്കോസ് അവരെ ത്രില്ല് അടിപ്പിക്കണമല്ലോ. ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് ടെൻഷൻ ഉണ്ടാവും. കാരണം ഇത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള സംഭവമാണ്. പക്ഷെ ഇപ്പോ കമ്പാരിറ്റീവ്ലി തലവൻ സിനിമയുടെ ദിവസങ്ങളിൽ എനിക്ക് ആ ടെൻഷൻ കുറവായിരുന്നു. കാരണം എനിക്ക് ഒത്തിരി സമയം എഡിറ്റിങ്ങിന് കിട്ടി. സാധാരണ സിനിമ ഇപ്പോ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ബൈസൈക്കിൾ തീവ്സ് മൊത്തം പോസ്റ്റ് പ്രൊഡക്ഷൻ 1 മാസം ആയിരുന്നു സമയം. 1 മാസം കൊണ്ടാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ തീർത്തത്. ഇത് 9 മാസം എടുത്തു. അത്രയേറെ സമയം എടുത്തു. അത്രയേറെ ആളുകളെ ഞാനത് കാണിച്ചു. ഈവൻ ദുബായിൽ വരെ കഴിഞ്ഞ ജാനുവരിയിൽ ദുബായിൽ കൊണ്ടുവന്ന് ഹാർഡിസ്റ്റിലാക്കി കൊണ്ടുവന്ന് എന്റെ അരുണിന്റെയും ഇവിടുത്തെ കുറെ സുഹൃത്തുക്കളെ ഞാൻ കാണിച്ചു. ഒത്തിരി പേരുടെ അഭിപ്രായങ്ങൾ എടുത്തതിനു ശേഷം ഈവൻ റിലീസിന് മുൻപേ ആസിഫ് സിനിമ കണ്ടു, ഒരാഴ്ച മുമ്പ് കണ്ടു. അപ്പൊ ഇതിലങ്ങനെ ടെൻഷൻ സത്യം പറഞ്ഞാൽ റിലീസിനോട് അടുക്കുമ്പോൾ ടെൻഷൻ കുറവായിരുന്നു. അത്രയേറെ ഹാർഡ് വർക്ക് ഓരോരുത്തരും എല്ലാവരുടെയും സജഷൻസ് എടുത്തിട്ട് അതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അരുൺ ഇതിനകത്ത് ഒരു ക്യാരക്ടറും കൂടി ചെയ്തിട്ടുണ്ട്, ഒരു അളിയനായിട്ട്. അധികം മിണ്ടുന്നില്ല. ഈ സ്വന്തമായിട്ട് കാശ് മുടക്കി ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു റോളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താ മനസ്സിൽ കൂടെ പോകുന്ന ആ ഒരു മൊമെന്റ്? അപ്പം നമ്മൾ വളരെ ക്യാരക്ടർ ആകും അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഇല്ല. എന്താ നമുക്കത് നമ്മൾ ഭയങ്കര സിനിമയോട് പാഷനേറ്റ് ആയിട്ടാണ് നമ്മൾ വരുന്നത്. ഞാൻ അഭിനയിക്കാൻ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോഴൊക്കെ തന്നെ സിനിമയോടുള്ള പാഷൻ കൊണ്ടാണ്. പ്രൊഡക്ഷനിൽ ഇറങ്ങുമ്പോഴും അത് തന്നെയാണ്. സിനിമ എത്രത്തോളം നന്നാവുക അല്ലെങ്കിൽ സിനിമ എത്രത്തോളം ആളുകളിലേക്ക് എത്തുക, നമ്മൾ എത്രയും സിൻസിയറായിട്ടും ജെനുവിനായിട്ടും അതിനെ സമീപിക്കുക. എന്ത് ചെയ്യുകയാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ പാഷനേറ്റ് ആയിട്ടൊരു കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അതിലേക്ക് നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നു. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. ഈ ഒരു സിനിമയില് കുറെ മൊമെന്റ്സ് ഉണ്ട്. ഒത്തിരി നല്ല നല്ല മൊമെന്റിലൂടെയാണ് ഈ പടം കൊണ്ടുപോകുന്നത്. താങ്കൾക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന സസ്പെൻസ് എലമെന്റിലേക്ക് പോകണമെങ്കിൽ പോലും മനസ്സിൽ ഏതെങ്കിലും ഒരു തങ്ങി നിൽക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടോ? ഇതില് ഞങ്ങൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു സീനോടുള്ളതാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാരക്ടറിലേക്ക് കയറുക, ക്യാരക്ടർ മനസ്സിലാക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ എനിക്ക് അതിൽ ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു ഏരിയ ബീച്ചേട്ടനായിട്ട് ആ സ്റ്റേഷനിൽ വെച്ചിട്ടൊരു ഞങ്ങള് തമ്മിലുള്ള ഒരു എൻകൗണ്ടറാണ്. അപ്പൊ ആ സീക്വൻസ് ആയിരുന്നു എന്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും പ്രിപ്പയർഡ് ആണ്. കാരണം ബീച്ചേട്ടന്റെ ഒപ്പം ഒരു പോലീസ് ഓഫീസറായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വെല്ലുവിളിയുള്ളതാണ്. ഇപ്പൊ ഞാൻ എന്നോട് ചോദിച്ച് ഈ സിനിമ റിലേറ്റഡ് ഇന്റർവ്യൂസിലെല്ലാം ഞാൻ പറഞ്ഞു, ബിജു മേനോൻ പോലീസ് യൂണിഫോം ഇട്ട് നിൽക്കുന്നത് ആന നെറ്റിപ്പെട്ടു ഭയങ്കര ഭംഗിയാണ്. നമുക്കൊരു ഈ ക്യാരക്ടറിനെ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആ ബീച്ചേട്ടന്റെ ഒപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വെല്ലുവിളിയായിരുന്നു. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റീടേക്സ് പോകുന്ന സമയത്തൊക്കെ ബീച്ചേട്ടനും ജിസും ഒക്കെ പല പല കറക്ഷൻസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ മുഖത്ത് നോക്കി ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഇച്ചിരി വെല്ലുവിളിയാണ്. അതാണ് എന്റെ ഒരു വൺ ഓഫ് ദ ഫേവറേറ്റ് സീൻ. ഈ ഒരു സിനിമയിലെ മറ്റു രണ്ടാണെന്ന് എന്റെ ഒരു ഓർമ്മ, സംവിധായകനെ കൂടി താങ്കൾ ഇതിനകത്ത് അഭിനയിപ്പിച്ചിട്ടുണ്ട്. ഗിരീഷ് പോത്തനും രഞ്ജിത്തും ഒക്കെ തന്നെ വരുന്നുണ്ടായിരുന്നു. അവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് താങ്കളുടെ തന്നെ ഡിസിഷൻ ആയിരുന്നു? ഇന്ന റോള് ചെയ്യാൻ ഇന്ന ആള് വേണം? തീർച്ചയായിട്ടും. ഈ പറഞ്ഞ രഞ്ജിയേട്ടനായിട്ട് ഞങ്ങൾക്ക് എനിക്ക് വരണം ആസിക്കും വളരെ എന്താ പറയാ, രഞ്ജിയേട്ടന്റെ ഏജ് ഡിഫറൻസ് ഒട്ടും ഫീൽ ചെയ്യില്ല. കാരണം നേരം വേണമെങ്കിൽ സംസാരിക്കും. അങ്ങനത്തെ രഞ്ജിയേട്ടന്റെ വയനാട് ഗസ്റ്റ് ഹൗസിൽ ഞങ്ങൾ പോയി താമസിക്കും. അത്രയും ഒരു അടുപ്പമുള്ള ഒരാളാണ്. അത്രയും നമുക്ക് ആരാധനയുണ്ട്. അടുപ്പത്തിനപ്പുറം ഒരു ആരാധനയുണ്ട്. ദിലീഷ് പോത്തൻ എന്ന് പറയുന്നത് ഡയറക്ടർ ആവുന്നതിന് മുമ്പേ ഈ അരുണുമായിട്ട് ഭയങ്കര പരിചയമുള്ള ആളാണ്. ആഷിഖ് കപൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്തും ഞാൻ എന്റെ സുഹൃത്താണ്. അപ്പൊ ഞങ്ങൾ ഈ സിനിമ കൺസീവ് ചെയ്തപ്പോ ഇവർ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച കുറച്ച് ക്യാരക്ടേഴ്സുകൾ രണ്ടുപേരും ബിജു മേനോൻ, ആസിഫ് അലി. അതേപോലെ ഒരാളാണ് ഈ ജാഫർ ഇടുക്കിയും ഈ ദിലീഷ് പോത്തന്റെ കഥാപാത്രം.
ശങ്കർ രാമകൃഷ്ണൻ വളരെ സ്വീറ്റ് ഹാർട്ട് ആയിട്ടുള്ള ഒരു ചേട്ടനാണ്. നമ്മുടെ എല്ലാം ശങ്കരേട്ടാന്ന് വിളിക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പോ മൊത്തത്തിലെ ഒരു സൗഹൃദത്തിന്റെ ഒരു ടീം എഫോർട്ട് ഈ പടത്തിലുണ്ട്. ഈ പടം നന്നായി ആൾക്കാർ പറയുമ്പോൾ ഞാൻ അതിനെ വായിച്ചെടുക്കാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെയാണ്. എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സജഷൻസ് പറഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട പേരാണ് ദിലീഷിന്റെ. ദിലീഷ് നമ്മളുമായിട്ട് ഒരുപാട് ഒരു ആക്ടർ എന്നതിലുപരി ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സുഹൃത്ത് എന്ന രീതിയിൽ നമ്മളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ദിലീഷ് നറേറ്റ് ചെയ്യുന്ന രീതിയിലാണല്ലോ സിനിമയുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഇൻപുട്സ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പുള്ളി ഒരുപാട് സമയം നമുക്ക് വേണ്ടി ആക്ടർ എന്ന രീതിയിലല്ല, അല്ലാതെ തന്നെ സിനിമയ്ക്കൊപ്പം ഒരുപാട് നിന്ന ഒരാളാണ് ദിലീഷ്. ഈ സമയത്ത് ഇന്ത്യയിൽ തന്നെ ഇല്ല. അതുകൊണ്ടാണ് പ്രൊമോഷൻസിലൊന്നും ദിലീഷിനെ കാണാതിരുന്നത്. ദിലീഷ് ഭയങ്കരമായിട്ട് സപ്പോർട്ട്. ഇപ്പം നേരത്തെ പറഞ്ഞത് രഞ്ജിയേട്ടനൊക്കെ ആണെങ്കിൽ രഞ്ജിയേട്ടനൊക്കെ പറഞ്ഞത് നമ്മൾ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മളോട്. എന്നാലും നമ്മളെ വിളിച്ച് റിലീസിന്റെ തലേദിവസം ഞങ്ങളെയൊക്കെ വിളിച്ചു, എടാ ഓക്കെ അല്ലേ എല്ലാം. നമ്മളെ അത്രത്തോളം കെയർ ചെയ്യും, അത്രത്തോളം നമ്മളോട് നമ്മുടെ സിനിമ നന്നാവണം, നമ്മളെടുക്കുന്ന എഫേർട്ട് അവർക്കറിയാം. അപ്പൊ അതൊക്കെ അവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഞാൻ അഭിനയിച്ച ഈ സിനിമ ഹിറ്റായി അത് രണ്ടാമത്തെ ദിവസമൊക്കെ ആയപ്പോ എല്ലായിടത്തും ഒരു ഫുൾ ഷോസ് വന്നു തുടങ്ങി. അപ്പൊ രഞ്ജിയാണ് രഞ്ജിയാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ഹലോ, ഞാൻ അഭിനയിച്ച ഒരു സിനിമ ഭയങ്കര ഹിറ്റായിട്ട് പോകുന്നുണ്ട്, നീ വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടോ. അങ്ങനെയൊക്കെ ഞങ്ങളോട് സംസാരിക്കുന്ന ഒരാളാണ്. ആസിഫ് അലി എന്നുള്ളൊരു വ്യക്തിയെ മലയാളികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ അപ്പോ താങ്കളെ എപ്പോഴും ഒരു ഗൈ നെക്സ്റ്റ് ഡോർ എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിട്ടാണ് കാണുന്നത്. അവരുടെ സ്നേഹം എപ്പോഴും അസിഫിന്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. കാരണം മറ്റേ എത്ര സ്റ്റാർസ് വന്നാലും അവരുടെ തന്നെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അസിഫിന്റെ അടുത്ത് വേറൊരു കൈൻഡ് ഓഫ് ഇഷ്ടമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഈ ഒരു പടം വന്നപ്പോഴത്തേക്ക് താങ്കൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു റിയാക്ഷൻസ് നമ്മുടെ ഫാൻസിൽ നിന്ന് ഫ്രണ്ട്സിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ? ഈ ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ബ്രേക്ക് ചെയ്യണം എന്നുള്ള ഒരു വെല്ലുവിളി ഇതിലുണ്ടായിരുന്നു. ഒരു പോലീസ് ഓഫീസറായിട്ട് അപ്പൊ എന്നെ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് ഒരു പയ്യൻ, അല്ലെങ്കിൽ ആ ഹണി ബി സോൾട്ട് ആൻഡ് പെപ്പർ കാലത്തൊന്നും ഞാൻ ഒരുപാട് മുന്നോട്ട് വന്നിട്ടില്ല പ്രേക്ഷകരുടെ മനസ്സിൽ. ഇപ്പോഴും പെട്ടെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴും പറയുന്ന പേര് തന്നെയാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്ത് ഒരു പോലീസ് ഓഫീസറായിട്ട് വരുമ്പോ ആ ഒരു സോഫ്റ്റ്നെസ് ബ്രേക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതിന് ഒരു ബോധപൂർവമായ ശ്രമം ഞങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന വയസ്സ് ഞാനത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഫാൻ ഫൈറ്റ് നടക്കുന്ന സമയത്തും ആളുകൾ ഓരോ ആളുകളെ പറ്റി ഘോരം വാദിക്കുമ്പോഴും ഒക്കെ എനിക്കൊരു താങ്ങ് ഒരു സപ്പോർട്ട് എല്ലാവരും തരാറുണ്ട്. അതൊരു ഭയങ്കര ബ്ലെസ്സിംഗ് ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ചിലപ്പോ അത് ഈ പറയുന്ന പോലെ കൂട്ടത്തിലൊരാളെന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉള്ളതുകൊണ്ടായിരിക്കും. ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു പാർട്ട് വരും എന്നുള്ള തരത്തിലാണ്. അത് എന്നത്തേക്കാണ്? അത് ആരോടാണ് ഞാൻ ചോദിക്കുന്നത്? എന്നോടല്ല, ഉറപ്പായിട്ടും. അത് നമ്മൾ ഈ സിനിമ തീരുമ്പോ തലവൻ 2 എന്നൊന്ന് എഴുതി കാണിക്കാതെ പ്രേക്ഷകരായിട്ട് തന്നെ ഇങ്ങോട്ട് ചോദിക്കണം. ഈ സിനിമ കണ്ടവർ ഇങ്ങോട്ട് എപ്പോഴാണ് സീക്വൽ എന്ന് ചോദിക്കണം. അത് ഞങ്ങളുടെ വളരെ വലിയൊരു ആഗ്രഹമാണ്. കറക്റ്റ് ആയിട്ട് പ്രിവ്യൂ ഷോ ഫസ്റ്റ് പ്രീമിയർ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ തന്നെ എല്ലാ മീഡിയയും ഓൺലൈൻ മീഡിയയും ആൾക്കാരും ഒക്കെ ചോദിച്ചത് സീക്വൽ എങ്ങനെയാണ്. കാരണം അങ്ങനത്തെ ഒരു പോയിന്റിലാണ് ആ സിനിമ കൊണ്ട് നിൽക്കുന്നത്. പറഞ്ഞു തുടങ്ങിയ സ്റ്റോറിക്ക് കൃത്യമായ അവസാനം ഉണ്ടാവുകയും അടുത്ത എപ്പിസോഡ് ഓപ്പൺ ആക്കിയിട്ടിട്ടാണ്. അപ്പോ എല്ലാം നന്നായിട്ട് ഇപ്പോഴും അരുൺ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു പോയിന്റാണ് പേപ്പറിലുള്ളതിനെ വിശ്വാസം, സ്ക്രിപ്റ്റിനെ വിശ്വസിക്കുക എന്നുള്ളത്. ആ സ്ക്രിപ്റ്റ് എത്രത്തോളം ഭംഗിയായിട്ട് എഴുതും അത്രയും നല്ല റിസൾട്ട് സിനിമയ്ക്ക് തരാൻ സാധിക്കും. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ അതിന്റെ ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ സാധിക്കട്ടെ. ഇപ്പൊ അതിനൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. തലവൻ വരുമ്പോ അങ്ങനൊരു ഹ്യൂജ് എക്സ്പെക്ടേഷനോടെ അല്ല സിനിമ വരുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. നമുക്കതിനൊരു എക്സ്ട്രാ എഫേർട്ട് നമുക്ക് അതിനു വേണ്ടി എടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അത്രയും എഫേർട്ട് എടുക്കണം, അല്ലെങ്കിൽ ആ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യണമെങ്കിൽ. അപ്പൊ അതെല്ലാം ഒത്തു വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും പിന്നെ ഇവരൊക്കെ ഡേറ്റ് തരണം. ബീച്ചേട്ടൻ നമ്മളിപ്പം പ്രൊമോഷന്റെ നിൽക്കുമ്പോൾ ബീച്ചേട്ടൻ തമിഴില് മുരുകദോസ് സാർ ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ശിവകാർത്തികനും ബീച്ചേട്ടനും കൂടെ ഭാഗമായിട്ട് ഒരു ഹ്യൂജ് സിനിമ അവിടെ ചെന്നൈയിൽ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നിന്നാണ് ബീച്ചേട്ടൻ നമ്മുടെ പ്രൊമോഷൻ ശരിക്കും ഇങ്ങോട്ട് വരാനിരുന്നത്. പക്ഷെ അവിടുത്തെ ഷെഡ്യൂൾസ് ഒക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഇനി പറഞ്ഞത് ഇനി അടുത്ത ചെയ്യുമ്പോ എല്ലാം എക്സ്ട്രാ വേണമല്ലേ, എല്ലാ എക്സ്ട്രാ വരുമ്പോ
ഭായ്. അപ്പോ എനിക്ക് ഇവിടെ വരുന്നു, താങ്കൾ ഇവിടെ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ പടവുമായി ബന്ധം അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാതെ വിടാൻ പറ്റത് എന്തായിരിക്കും എന്നുള്ളത് അറിയാതെ പുഷ്പ 2 വരാൻ വേണ്ടി പോവാണ്. ഇപ്പൊ റേഡിയോ കേൾക്കുന്ന ആൾക്കാർ ചിലപ്പോൾ കരുതുന്നവരും ഉണ്ടായിരുന്നു സംസാരിക്കുന്നത്. ആസിഫ് അലി അല്ലു അർജുനും കൂടെ പുഷ്പ 2 ഞാനും എന്താണ് അവർ ചെയ്തിരിക്കുന്നത് കാണാനായിട്ട് ഇപ്പൊ അരുൺ പറഞ്ഞ പോലെ പുഷ്പ ഫസ്റ്റ് പാർട്ട് ഡബ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്പെക്ടേഷനും ഇല്ല. നമ്മുടെ സ്വന്തം ഫഹദ് ഉണ്ടായിരുന്നത് എന്നതിനപ്പുറം. പക്ഷെ അതിന് ഡബിങ്ങിന് ചെന്നപ്പോഴാണ് എന്നെ അവർ ആദ്യം പാട്ട് കാണിച്ചിരുന്നത്. 5 പാട്ട് കാണിച്ചു തരും. ഞാൻ ഞെട്ടി. അത് ഫസ്റ്റ് പാർട്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മൾ കണ്ടിട്ടില്ലാത്ത തരം കൊറിയോഗ്രാഫി, ഫൈറ്റ്, അങ്ങനത്തെ ആക്ഷൻ. അല്ലു വേറൊരു ചോക്ലേറ്റ് ബോയ് എന്നുള്ള ഇമേജ് ഒക്കെ കൊണ്ട് കളഞ്ഞിട്ട് വേറൊരു സംഗതിയായിട്ട് ചെയ്യുന്നു. സോ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജൂലൈയിലാണ് അവർ എന്നെ ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരാഴ്ചത്തേക്ക് ഡബ് ചെയ്യാൻ വേണ്ടിട്ട്. എന്താണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാൻ വേണ്ടി ഞങ്ങൾ ഒരു തീരുമാനമുണ്ട്. അദ്ദേഹം സിനിമ കണ്ടാലേ ജിസിനെ കൊണ്ട് ഡബ് തലവൻ കാണണം. പറഞ്ഞു അത് അല്ലു അർജുൻ തലവൻ കണ്ട ശേഷം നമുക്ക് പുഷ്പ 2 ഡബ് ചെയ്യാം. ഒരു ക്ലോസ്. ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു നിങ്ങൾ 3 പേർക്കും ഇപ്പം അരുണെ കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അറിയാം. പണ്ട് നമ്മൾ കിരൺ TV തൊട്ടേ കാണുന്നതാണ്. താങ്കളെയും അതെ, നമ്മളൊക്കെ കുഞ്ഞിലേ കാണുന്നതാണ്. ശരിക്കും ഇപ്പം ആക്ച്വലി നിങ്ങളുടെയൊക്കെ ഡ്രീം സിനിമ തന്നെയായിരുന്നു. ഇപ്പം താങ്കൾ ഇതിനു മുമ്പ് വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താവട്ടെ അല്ലെങ്കിൽ പരസ്യങ്ങൾ മറ്റ് ആഡ് ചെയ്യുമ്പോഴൊക്കെ ആയിട്ട് സിനിമയായിരുന്നു നിങ്ങളുടെയൊക്കെ ഡ്രീം. ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുമ്പോഴത്തേക്ക് എന്താ ശരിക്കുള്ള ഫീൽ എന്താണെന്ന് പറയും. ഒരുപാട് പേര് ചിലപ്പോ ഇവിടെ പലർക്കും ആഗ്രഹമുണ്ട് സിനിമയിലെത്തണം അല്ലെങ്കിൽ ഒരു ബിഗ് സ്ക്രീൻ മുഖം കാണിക്കണം. അവരുടെ അടുത്തൊക്കെ പറയും. പണ്ട് ജയരാജ് ബാലയുടെ കാരിക്കേച്ചറിൽ അത് എവിടെയോ പറഞ്ഞു പോയ സാധനം ഞാനും ജയസൂര്യയും കൂടെ ഇദ്ദേഹത്തിന്റെ കാരിക്കേച്ചർ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ജയരാജ് ബാലൻ. അപ്പൊ അദ്ദേഹം ഞങ്ങൾക്ക് ആക്ട്രസ് ആകണം എന്ന് പറഞ്ഞ നടക്കുകയാണ്. അപ്പൊ അദ്ദേഹം അതിനകത്ത് പറയണം, പണ്ട് എവിടെയോ കേട്ടിട്ടുണ്ട്, നടക്കുന്നവനാണ് നടൻ. നടന്നുകൊണ്ടേയിരിക്കുക, ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നത്. പുറകോട്ട് ആലോചിച്ച് നോക്കുമ്പോൾ എല്ലാത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡാണ്. അല്ല, എല്ലാത്തിനോടും നമ്മള് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടവരോട്, യഥാസമയം വഴിതിരിച്ചുവിട്ടവരോട്, ഉപദേശിച്ചവരോട്, കെട്ടിപ്പിടിച്ചവരോട്, ഓട്ടി സാധനമില്ല എന്ന് പറഞ്ഞ മുഖത്തും തട്ടിയവരോടൊക്കെ സ്നേഹം മാത്രമേ ഉള്ളൂ. എല്ലാത്തിന്റെ മുകളിൽ ഒരു നിമിത്തമുണ്ട്. എവിടെയോ എന്താണെന്നറിയോ, ഇപ്പൊ പക്ഷേ നമ്മളിപ്പോ ഈ മേശയിൽ ചുറ്റുമിരിക്കുമ്പോൾ ഒരു സന്തോഷമില്ലേ? ഈ സന്തോഷം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഉണ്ടാവുകയാണെങ്കിൽ അതിനപ്പുറത്തുള്ള സ്വർഗമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാ കാര്യത്തിനും വളരെ വലിയ റിസൾട്ട്സ് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാലം ഉണ്ടാവട്ടെ. ഇതിനും ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാൻ പറ്റും. അതിലെല്ലാം ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ജിസ് ലാൽ സാറിനെ കുറിച്ച്, മോഹൻലാൽ ലാലിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം ഭയങ്കര വൈറലാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ ജിസിന്റെ നറേഷനെ കുറിച്ചാണ് പറയുന്നത് എല്ലാവരും. ലാൽ സാറിനെ കുറിച്ച് ഭയങ്കര ഇതായിട്ടാണ് ജിസ് പറയുന്നത്. പക്ഷെ അതിന് മുകളിൽ ജിസിന്റെ നറേഷനെ കുറിച്ചാണ് എല്ലാവരും അതിന് താഴെ കമന്റ് ചെയ്യുന്നത്. അപ്പൊ അതിലും നല്ല നറേഷന് വേറില്ല. ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ചാനലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ മീഡിയയിലൂടെ ഒക്കെ വന്നവരാണ് ഞങ്ങൾ എല്ലാവരും. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒരുപാട് പേരുടെ സഹായങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ, ഒരുപാട് പേരുടെ സൗഹൃദങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇനിയും ഉണ്ടാവട്ടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും വിശ്വസിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് രാത്രി 7:30 ഒരു സ്ക്രീനിങ് ഉണ്ടല്ലേ? ഫാൻസിന്റെ കൂടെ ഒരുപാട് പേര് കാണുന്നുണ്ട്. ബോക്സിൽ വെച്ചിട്ട് 7:30 ഷോ. ഞാൻ അറിയുന്നത് ഷോ എൻഡ് ചെയ്യുന്നത് ആ ഷോ. അതെ അല്ലേ? ഷോ 9:45 രണ്ടിനും നിങ്ങളുണ്ടായിരിക്കും. അപ്പം ദേറ സിറ്റി സെന്ററിലാണ് വരുന്നത് അല്ലേ? ദേറ സിറ്റി സെന്ററിൽ 9:45 ദേറ സിറ്റി സെന്ററിൽ ഷോ തുടങ്ങുന്നു. ഇപ്പം അൽഗുറൈ സെന്ററിൽ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എൻഡിൽ എനിക്കിപ്പോ 6:45 ഇപ്പൊ ആരെങ്കിലും 9:45 ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ദേറയിൽ എത്തിയ ആസിഫും ജിസും അരുണും മിയയും എല്ലാവരും എത്തുന്നുണ്ടായിരിക്കും. സോ എന്തായാലും എത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഈ ഒരു തിരക്കിനിടയിൽ വന്നതിന്. ഇനിയും തലവൻ കാണാനുള്ളവരുടെ എന്താണ് ജിസിന് പറയാനുള്ളത്? തലവൻ തീർച്ചയായിട്ടും ഞങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു സിനിമയാണ്. അത് നിങ്ങൾ എന്റർടൈൻ ചെയ്യിക്കണം, ത്രില്ലടിപ്പിക്കണം. കാരണം പല സിനിമകളും നമ്മൾ ത്രില്ലർ എന്ന ആത്മാർത്ഥമായിട്ട് നെഞ്ചിൽ കൈവച്ച് പറയുമ്പോൾ ത്രില്ലടിപ്പിക്കാനും കൂടെ പരമാണ്. അങ്ങനെ ആൾക്കാർ പറഞ്ഞതിന്റെ ഫലമാണ് ഇപ്പൊ നമ്മളിവിടെ വന്നിരിക്കുന്നതും തിയേറ്ററുകളിൽ നിറഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഉറപ്പായിട്ടും നിരാശരാക്കാത്ത ഒരു നല്ല ത്രില്ലർ തന്നെയാണ് തലവൻ. ഉറപ്പായിട്ടും ഈ സിനിമയെ വിജയിപ്പിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ആൻഡ് ആസിഫ്, ദുബായിൽ നിന്നും യു എയിൽ നിന്നും ഒരുപാട് ഫാൻസ് ഉണ്ട് ആസിഫിന്. ആസിഫിനെ ഫ്രണ്ട്സ് ആയിട്ട് കരുതുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരിക്കാം. അങ്ങനെ തന്നെയാണ് ആസിഫ് ആക്ച്വലി. എന്താ അവരോട് പറയുന്നത്? അല്ല, സിനിമ ഇപ്പം നമ്മള് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നാടൊന്ന്
ദുബായിന്ന് വ്യത്യാസമില്ല. അപ്പൊ നാട്ടിൽ നടക്കുന്ന എല്ലാം നമ്മൾ അറിയുന്നുണ്ട്, തൊട്ടടുത്ത് നടക്കുന്ന പോലെ തന്നെ. അപ്പൊ ഇതിനോടൊക്കെ തന്നെ എല്ലാവർക്കും അറിഞ്ഞു കാണും ഈ സിനിമയെ പറ്റി. ഇനി കൂടുതൽ ഈ സിനിമയെ പറ്റി അറിയുന്നതിന് മുന്നേ ഈ സിനിമ കാണുക. കാര്യം ഇനി കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എത്രയും വേഗം തന്നെ സിനിമ കാണുക. ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കുന്ന ഒരു സിനിമയല്ല ഇത്. പ്രൊഡ്യൂസർ എന്താണ് നമ്മുടെ listeners? അല്ല, എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ ഇപ്പൊ ദുബായിൽ നിന്നാണെങ്കിൽ പോലും ആദ്യ ദിവസങ്ങളിൽ തന്നെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നത്. തുടർന്നും പറഞ്ഞ പോലെ അങ്ങനെ ഒരു സിനിമയ്ക്ക് അങ്ങനെ കിട്ടാതെ വരുമ്പം തുടർന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ ഇപ്പൊ പ്രേക്ഷകരെല്ലാം തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്ന സമയമാണ്. റിപ്പീറ്റ് ആയിട്ട് സിനിമ കാണുന്ന ഇതൊക്കെയുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക, അങ്ങനത്തെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്, ഒരു എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് കൊടുക്കുന്ന സിനിമയാണെന്നാണ് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ എഫേർട്ടിനോട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുക എന്നുള്ളത് തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരുപാട് സന്തോഷം കണ്ടതിന് കേട്ടതിന്. കേട്ടുകൊണ്ടിരിക്കുക ഗോൾഡ് 101.3.